അല്ല, കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാലോ, മനസ്സിനൊരു ഉല്ലാസത്തിന്. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇവിടെ എന്തെടുക്കായിരുന്നു? ഹേയ്, എന്തെടുക്കാൻ? ആകാശവും പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ നിന്നുപോയി. താഴേക്ക് ചെടിച്ചട്ടി മറിച്ചിട്ടോ നിങ്ങളല്ലേ? ചെടിച്ചട്ടിയോ? ഞാനോ? അതെപ്പോഴാ ശ്യാമേ? വാ, താഴേക്ക് വാ. ചെടിച്ചട്ടി മുറ്റത്ത് വീണ് കിടപ്പുണ്ട്. അതെങ്ങനെയാ അവിടെ വന്നേ? അയ്യോ, ചെടിച്ചട്ടി വീണോ? ശോ, നല്ലൊരു ചെടിച്ചട്ടി പോയല്ലോ. ഈശ്വര, അതിൽ കിടന്ന ചെടിക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാകും. പാവം ചെടി, കഷ്ടം തോന്നുന്നു. ആ ചെടിച്ചട്ടി ശ്രീകുട്ടിയുടെ തലയിൽ വീണിരുന്നെങ്കിലേ അത് അതിനേക്കാളും കഷ്ടമായേനെ. അല്ല, മനഃപൂർവ്വമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തേ. ഇത്രയും ക്രൂരത കാണിക്കാൻ ആ പാവം കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ക്രൂരത കാണിച്ചെന്നോ? അതും ആ ശ്രീകുട്ടിയോട്? ശ്യാമേ, മനസ്സിനെ വേദനിപ്പിക്കുന്നതൊന്നും പറയല്ലേ. അരുണിന്റെ മോളെന്ന് പറഞ്ഞാ എനിക്കും സ്വന്തം മോളെ പോലെ തന്നെയാ. അഭിനയൊക്കെ മതിയാക്ക ഏട്ടത്തി. എന്നിട്ട് സത്യം പറയാ, എന്തിനാ ചെടിച്ചട്ടി തള്ളിയിട്ടെ? അതാ എനിക്കറിയണ്ടേ. ശ്യാമേ, ദേ ഞാൻ കുറെ നേരിട്ട് പറയുന്നുണ്ടേ, ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. എനിക്കിപ്പൊ സത്യം അറിയണം. ഇതെന്തൊരു കഷ്ടമാ. മനസ്സാ വാചാ കർമ്മണ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഏയ് വേണ്ട. എന്റെ ഈശ്വര, ഇതിന് മാത്രം പാപം ഞാൻ എന്താ ചെയ്തേ? ശ്രീകുട്ടിയുടെ തലയില് ചെടിച്ചട്ടി ഞാൻ മനഃപൂർവ്വം വലിച്ചിട്ടെന്നോ? ഈ പാവത്തിന് ഇങ്ങനെ സംശയിക്കുന്നല്ലോ ഭഗവാനെ. ഞാൻ സത്യം എങ്ങനെ തെളിയിക്കണ്ടേ? ഒന്നും ഞാൻ അറിഞ്ഞതല്ലല്ലോ ദൈവമേ. സത്യം മനസ്സിലായല്ലേ? ഞാനല്ല ചെയ്തതെന്ന്. എന്നോട് മാപ്പൊന്നും പറയണ്ട, സാരില്ല. ഈ മണ്ണെങ്ങനെ എന്റെ കയ്യിൽ വന്നേ? അതാ ഞാനും ചോദിക്കുന്നേ. ചെടിച്ചട്ടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് എങ്ങനെ ഏട്ടത്തിയുടെ കൈ വന്നേ? അതാണേ, ഈ മണ്ണൊക്കെ എങ്ങനെ എന്റെ കയ്യിൽ വന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല ശ്യാമേ. ശ്രീകുട്ടിയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ? സത്യം പറയടി. ഇപ്പൊ നോക്കിയേ, ഒന്നിനും തെളിവില്ല. മനസ്സിലായോ? തെളിവില്ലാന്ന്, നടന്നതിന് തെളിവില്ലാന്ന്. അപ്പൊ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഞാനെന്തിനു നിക്കണം? വിളിക്കുമ്പോ നിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയാണോ? അല്ലല്ലോ. വെറുതെ പ്രഷർ കേറ്റണ്ട. എന്നെ തൊട്ടാ സ്ത്രീ പീഡനം, അറിയാലോ. പിന്നെ ജയിലിന്ന് പുറത്തിറങ്ങത്തില്ല, ഓർത്തോ. വേണ്ട. ഒന്നിനും തെളിവില്ല അല്ലേ? അപ്പൊ ഇനി എല്ലാത്തിനും തെളിവ് വേണം. ശരി, നോക്കാം.
വെറുതെ പ്രഷർ കേറ്റണ്ട. എന്നെ തൊട്ടാ സ്ത്രീ പീഡനം അറിയാലോ. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ശ്യാമ കൃത്യസമയത്ത് എത്തിയത് ഭാഗ്യായി. ഇല്ലെങ്കിൽ ഐശ്വര്യ പാവം ശ്രീകുട്ടിയെ. അല്ല, ഇത് ഇവിടുന്ന് ഓടിച്ചു വിട്ട കുരിശ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. വെറുതെ മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്ത. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഇതിപ്പോ എല്ലാവർക്കും സഹിക്കുന്നതിലും അപ്പുറമായിരിക്കുക. ഇനി എന്താ ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഐശ്വര്യ എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാ ഇപ്പൊ അതിനും വഴി കാണുന്നില്ല. പോലീസിന്റെ ഒത്താശയോടെയാ ഐശ്വര്യ ഇപ്പൊ ഇവിടെ കഴിയുന്നത്. ശരിയാ, നിയമപരമായി അരുണിന്റെ ഭാര്യ തന്നെ ഐശ്വര്യ. അപ്പൊ ഇവിടെ തന്നെ നിൽക്കാനേ കോടതിയും പറയും. എന്ന് കരുതി ഐശ്വര്യയുടെ ഈ ക്രൂരത എല്ലാം സഹിക്കാൻ പറ്റുമോ? അതും കൊച്ചു കുഞ്ഞിനോട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമല്ലോ. എന്ത് പരിഹാരം? അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും അരുണിനെ കൊണ്ട് ഐശ്വര്യയുടെ ഡിവോഴ്സ് മോചിപ്പിക്കണം. അതാ ഇനി ഉടൻ ചെയ്യേണ്ടത്. അതൊന്നും അത്ര പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. ഡിവോഴ്സിന് ഒരിക്കലും ഐശ്വര്യ സമ്മതിക്കില്ല. അരുൺ കോടതിയിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അത് നീട്ടിക്കൊണ്ട് പോകാനേ ഐശ്വര്യ ശ്രമിക്കൂ. ആ, അതാ ഐശ്വര്യയുടെ തന്ത്രം. ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കണം. എന്നിട്ട് അവൾക്ക് എല്ലാവരോടുള്ള വാശി തീർക്കണം. അത്രേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടായാലും ഐശ്വര്യ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതിനെന്താ വഴി? അതാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എന്ത് വഴി? നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാനാ? രണ്ടും കൽപ്പിച്ച് നിൽക്കുകയല്ലേ ഐശ്വര്യ. ഇനിയും അങ്ങനെ നമ്മൾ പറഞ്ഞൊഴിഞ്ഞാൽ പറ്റില്ല അമൃതേടത്തി. എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ കാണണം. ഇല്ലെങ്കിൽ ഇവിടെ പാവ ശ്രീകുട്ടിയുടെ അശ്വതീച്ചയുടെയും കാര്യം പോക്കാം. പക്ഷെ ശ്യാമയും അതിനെന്താ ഒരു വഴി? അതാ ആർക്കും അങ്ങോട്ട് മനസ്സിലാവാത്തത്. വഴി ഉണ്ടാവണോ ആദ്യേട്ടാ? ഞാൻ അതിനുറപ്പായി ഒരു മാർഗം കാണും. അല്ല, ഈ ശ്യാമ എങ്ങനെ ഐശ്വര്യ വീട്ടിൽ നിന്ന് പുറത്താകുന്ന പറയുന്നേ? അതിനി അടുത്തൊന്നും നടക്കുന്ന കാര്യമല്ല. വെറുതെ പറയാമെന്നല്ലാതെ ഒന്നും നടക്കില്ല. നടക്കും ആദ്യേട്ടാ, നമ്മളത് നടത്തും. ശ്യാമയാ പറയുന്നത്. ശ്യാമേ, അതെങ്ങനെയാ? ഐശ്വര്യടുത്തി മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോ ക്രൂരതയ്ക്കും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ല. തെളിവില്ലാത്ത ഒരു കാര്യവും കോടതി അംഗീകരിക്കൂല. ഇനി അത് പറ്റില്ല. ഐശ്വര്യടുത്തി ഇനി ഇവിടെ ആർക്കെതിരെ ചെറുവിരൽ അനക്കിയാലും അതപ്പം നമ്മൾ അറിയണം. ഐശ്വര്യടുത്ത് ചെയ്യുന്ന ഓരോ ദുഷ്പ്രവർത്തിക്കും അതിന്റെ തെളിവ് നമ്മൾ കണ്ടെത്തണം. അത് ഞാൻ ചെയ്യും. ഐശ്വര്യടുത്തേക്കെതിരെ തെളിവുകൾ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ ഇനി പറ്റില്ല. മോള് പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവും ഏട്ടാ, താമസിയാതെ എല്ലാം മനസ്സിലാവും. ഉറപ്പായിട്ടും ഐശ്വര്യടത്തിൽ നിന്നും അരുണേട്ടനെ ഈ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. ശ്യാമ പറയുന്നത്. എന്റെ കണ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ എല്ലാത്തിനും എൻ്റെ ഒപ്പം ഉണ്ടാവും. തീർച്ച. ആനന്ദേട്ടൻ അഡ്വക്കേറ്റിനെ ഒന്ന് വിളിച്ചേ. അന്ന് നമ്മൾ പറഞ്ഞ സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയായോന്നറിയണം. ഇനി വൈകിയേ പറ്റില്ല. ശരിയാ, പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. വിളിക്കാം. ആ സാർ, നമ്മൾ സംസാരിച്ച ഡോക്യുമെന്റ്സിന്റെ കാര്യം എന്തായി? അത് റെഡിയായി വരുന്നു. നാളെയോ മറ്റന്നാളോ ഡോക്യുമെന്റ് റെഡിയാവും. അപ്പം ഞാൻ അവിടേക്ക് വരാം. എത്രയും വേഗം ഓക്കെ ആയാൽ അത്രയും ഉപകാരം. ആ, നമുക്ക് പെട്ടെന്ന് ശരിയാക്കാന്നേ.
ആ പിന്നെ ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധ വെച്ചോണം. അതെല്ലാം ഞാൻ ഏറ്റു. എല്ലാം റെഡിയാക്കാം. ഡോക്യുമെന്റ്സുമായി ഉടൻ ഞാനങ്ങ് എത്തും. ഓക്കെ? ഓക്കെ ഓക്കെ, താങ്ക്സ്. ആ ശരി സാർ. ശരി. അച്ഛാ, ഉം. ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്ത് എഴുതുന്ന കാര്യം അതൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാൻ, എല്ലാം തീരുമാനിച്ചതല്ലേ. അമ്മ ഒന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ മറ്റാരും എതിർത്തില്ലാന്ന് കരുതി അത് ശരിയാണോ? അമ്മയെങ്കിലും ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാക്കണം. ശ്യാമേ, ഞാനും അനന്തേട്ടനും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. അതങ്ങനെ തന്നെ നടക്കും. ഒന്നും മണ്ടൻ തീരുമാനമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും രക്ഷയ്ക്കാം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. കേട്ടല്ലോ? ഇനി ഇതേപ്പറ്റി ഒരു ചർച്ച വേണ്ട. അമ്മ, എന്നാ ഞാൻ മറ്റൊരു തീരുമാനം പറയട്ടെ, നിങ്ങൾ കേക്കോ? പറയേ, പറ്റുന്നതാണെങ്കിൽ കേൾക്കാം. അത് ശ്രീകുട്ടിക്ക് സ്വത്തിന്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. അത് ശരിയാ. ആദിയുടെ മക്കൾക്കും 5 കോടി രൂപയുടെ സ്വത്ത് വീതം അവരുടെ പേരിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതേ പരിഗണന ശ്രീകുട്ടിക്കും വേണം. അല്ല മാം, അമ്മ ഒന്നും പറഞ്ഞില്ല. എന്തായാലും ശ്യാമ ഇത് ഓർമ്മിപ്പിച്ചത് നന്നായി. ശ്രീകുട്ടിക്കും സ്വത്തിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാ. ഉം. അന്തേട്ടാ, അപ്പൊ അങ്ങനെ തീരുമാനിക്കാല്ലേ? അത് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയും. എന്നാ ഇക്കാര്യം അഡ്വക്കേറ്റിനെ വിളിച്ച് അനന്തേട്ടൻ പറയോ അതോ ഞാൻ പറയണോ? അഡ്വക്കേറ്റിനെ ഞാൻ അറിയിച്ചോളാം. അച്ഛാ, എന്താ മോളെ? ഒരു കാര്യം കൂടി. ഞാനിവിടെ ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെ അശ്വതീച്ചയുടെയും കാര്യത്തില് അച്ഛൻ്റെ അമ്മയുടെയും ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണേ. അത് പ്രധാന. എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ? ഐശ്വര്യ മോളെ ഞാൻ ഉപദ്രവിച്ചു. ശ്യാമേ, ഐശ്വര്യ ശ്രീകുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അല്ല മാം, കുഞ്ഞല്ലേ, സൂക്ഷിക്കണം. ഒരു പേടി പറഞ്ഞേ ഉള്ളൂ. ആ, എന്നാ ശരി. ശരി. അന്തേട്ടാ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഐശ്വര്യ ഈ വീട്ടിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കാണിച്ചാ പിന്നെ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. താനിങ്ങനെ എമോഷണൽ ആവാതെ, എല്ലാത്തിനും വഴിയുണ്ടെന്നേ, നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാ പ്രശ്നമാവൂ. ശരിയാ. എങ്കിൽ താൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ. തമിഴ് സിനിമയല്ലേ, ചെന്നൈയിലോ മറ്റോ വെച്ച് മ്യൂസിക് റെക്കോർഡിംഗ് ചെയ്യുമെന്നാ ഞാൻ പേടിച്ച. നമ്മുടെ ഭാഗ്യം. എന്തായാലും റെക്കോർഡിംഗ് നാളെ ട്രിവാൻഡ്രത്താ. നന്നായി. പ്രഗ്നൻസി ടൈമല്ലേ, ശ്യാമയുടെ യാത്ര പ്രശ്നമായതിനാലാ അവർ ഈ ഓപ്ഷനെ സമ്മതിച്ച്. അതെന്തായാലും സൗകര്യമായി.
പാടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പ്രൊഡ്യൂസർ ഇന്ന് തന്നെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണോ? ഏയ്, തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമായതാ, അല്ലാതെ എനിക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. റെക്കോർഡിംഗ് നിശ്ചയിച്ച പോലെ നാളെ തന്നെ നടക്കട്ടെ. ഇപ്പൊ തൊണ്ടയുടെ പ്രശ്നം ഓക്കെ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ശരി, പഠിക്കാം. മേഘരാഗം നിറുകിൽ തൊട്ടുമിഴി. നാളെയാണ് തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ മ്യൂസിക് റെക്കോർഡിംഗ്. ശരി. മേഘരാഗം നിറുകിൽ തൊട്ടുമിഴി. എടി ശ്യാമേ, നാളെ നിന്റെ പാട്ടും നിന്നെ റെഡിയാക്കി തരും ഞാൻ. ഇതെവിടെ പോയി? ഇവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞത്? ഹലോ മാഡം. നീ എവിടെയാ? ആ മാഡം പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. ഏ? ആ മാഡത്തെ ഞാൻ കണ്ടു 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 അപ്പോ നാളെ ശ്യാമയുടെ കാര്യത്തില് എന്താ ചെയ്യാൻ പോണേ? മാഡം എല്ലാം പറഞ്ഞല്ലോ. മാഡം പറഞ്ഞ ഐഡിയ മതി, അത് വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. നാളെ ശ്യാമയുടെ റെക്കോർഡിംഗ് നിങ്ങളുടെ സ്റ്റുഡിയോയില് വെച്ച് തന്നെയല്ലേ? അക്കാര്യത്തിൽ ഇതുവരെ മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഒരു മാറ്റവും ഇല്ല. ഞങ്ങളുടെ സ്റ്റുഡിയോ തന്നെ ശ്യാമയുടെ റെക്കോർഡിംഗ്. അവള് പാടരുത്. ആ ബ്രഹ്മാണ്ഡ തമിഴ് ചിത്രത്തിലെ അവള് പാടരുത്. അതെന്റെ ഒരു വാശിയാ. മാഡം പറഞ്ഞതുപോലെ ഷോക്കടിപ്പിച്ച ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ, അതും ശ്യാമയെ പോലൊരു ഗായികയെ. പോലീസും കേസുമായി ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. സംശയത്തിന്റെ പേരിൽ എന്നെ ഉറപ്പായും ചോദ്യം ചെയ്യും. അതാ എനിക്ക് ടെൻഷൻ. അവളെ തീർക്കാന്ന് പറഞ്ഞ സിമ്പിള് കാര്യ. അതിനെ നിനക്ക് ഞാൻ തരുന്നത് 1-2 രൂപയല്ല, 10 ലക്ഷം രൂപയാ. അത് മറക്കരുത്. അതെ, ക്യാഷിന് വലിയ അത്യാവശ്യമുണ്ട്. അതാ ഞാൻ ഇതിന് സമ്മതിച്ചത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാതായി പോയി. ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്തോ ഒരു ഭയം പോലെ. ഇത് ശരിയാവില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇല്ല മാഡം, ഞാൻ പോസിബിലിറ്റീസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഏറ്റു. നാളെ അത് സംഭവിച്ചിരിക്കും. മാഡം ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാൻ അത് ചെയ്തിരിക്കും, തീർച്ച. അപ്പോ നാളെ ചൂടുള്ള വാർത്ത ഇതാകും. തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പാട്ട് റെക്കോർഡിങ്ങിനിടയിൽ പ്രശസ്ത ഗായിക ശ്യാമ ഷോക്കേറ്റ് മരിച്ചു അല്ലേ? ഡൺ ഡൺ, ഏറ്റു. ശ്യാമ കൃത്യം 10 മണിക്ക് തന്നെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. சரிக்கும் பஞ்சுவாலிட்டியும் டெடிகேஷனும் உள்ள ஆளா அந்த சாமின்னு ரொம்ப கேள்விப்பட்டிருக்கு. கரெக்ட் டைம்ல எத்தும், கண்டிப்பா எத்தும், கவலைப்படாத. அங்க மியூசிக் டைரக்டரும் ஆட்காரும் எல்லாம் ரெடி தான். ஆமா சார், அவரெல்லாம் சரி, ஓகே. ஓகே. அவரு வந்துட்டா. അവരെത്തിയല്ലോ. வணக்கம் அம்மா. നമസ്കാരം സർ. வணக்கம் சார். வாங்க உள்ள